അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയുന്നത് 10,000 രൂപക്കുള്ളിൽ വരുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. നിലവിൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചിട്ടുള്ള സ്പെസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയൊരു വീഡിയോ ആണിത്. ഇതിന് മുന്നേ 2 വീഡിയോ 3 വീഡിയോ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. 20,000 രൂപക്കുള്ളിൽ വരുന്ന ഫോണുകൾ, 30,000 രൂപക്കുള്ളിൽ വരുന്ന ഫോണുകൾ. അത്തരത്തിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലെ വീഡിയോകൾക്ക് ഒരുമിച്ച് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഈ വീഡിയോ കാണാൻ സമയമില്ലാത്ത ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഇതിൻ്റെ ലിസ്റ്റ് ഒറ്റയടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ സെർച്ചിൽ ഗൂഗിൾ ക്രോമിൽ വിമൽ ഡീൽസ് എന്ന് സെർച്ച് ചെയ്യുക. വിമൽ ഡീൽസ് DEALS.online സ്പേസ് ഇടേണ്ട കാര്യമില്ല, ഞാൻ പറയാൻ മറന്നു കേട്ടോ. ഇത് ഓൺലൈൻ ചെയ്യുക. എന്നിട്ട് ഈ വരുന്ന ഇത് കണ്ടോ, ഓറഞ്ച് കളറിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് എത്ര രൂപയുടെ ഫോണാണ് അണ്ടറിൽ വരുന്നത് എന്താണെന്നുള്ള കാര്യം നിങ്ങളുടെ ഈ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക. ഇപ്പോൾ 10,000 ആണെങ്കിൽ 10,000, 20,000 ആണെങ്കിൽ 20,000. ഞാനിപ്പോൾ 10,000 എന്ന് സെർച്ച് ചെയ്യുകയാണ്. ആ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 10,000 രൂപക്കുള്ളിൽ വരുന്ന ഫോണുകൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ടോപ്പ് 10 മൊബൈൽ അണ്ടർ 10,000 റുപ്പീസ് ഇൻ 2026. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതൊരു എന്താ പറയുക, പ്രോസസ്സർ അല്ലെങ്കിൽ ക്യാമറ അതിനൊക്കെ ക്വാളിറ്റിയൊക്കെ ബേസ് ചെയ്തിട്ടാണ്, എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതല്ല. 10,000 രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന ഏറ്റവും കൂടുതൽ ഇത് വരുന്ന ഫോണുകളാണ്. അപ്പോൾ 5G കണക്ടിവിറ്റിയുള്ള ഫോണുകളുണ്ട്. 90 Hz ആണ് മിനിമം റീഫ്രഷ് റേറ്റ് വരുന്നത്. 5000 mAh മുകളിൽ ബാറ്ററി വരുന്ന ഫോണുകളുണ്ട്. 50 mAh ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് മോട്ടറോളേൻ്റെ G4S എന്ന് പറഞ്ഞ ഫോണാണ്. 90 Hz ആണ് ഡിസ്പ്ലേൻ്റെ ഇത് വരുന്നത്. 50 mAh ക്യാമറയാണ്. 5000 mAh നോർമൽ ചാർജിങ് വരുന്നത്. പിന്നെ വരുന്ന പോക്കോയുടെ M6 5G ആണ്. അതും 6.74 ആണ് ഡിസ്പ്ലേൻ്റെ സൈസ്. അതിൻ്റെ പ്രൊസസ്സർ ഡൈമെൻസിറ്റി 6100+ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 5G ഫോണാണ്. പിന്നെ വരുന്നത് റെഡ്മിയുടെ 13C 5G ആണ്. ഒരു അടിപൊളി ഫോണാണത്. മീഡിയാടെക്കിൻ്റെ ഡൈമെൻസിറ്റി 6100 പ്രൊസസ്സർ വരുന്നത്. 5 MB ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ വരുന്നത് റിയൽമിയുടെ C65 5G പറഞ്ഞ മോഡലാണ്. അത് 120 Hz ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിനകത്ത് ഡൈമെൻസിറ്റി 6300 പ്രൊസസ്സർ വരുന്നുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെന്താ, നമുക്കൊരു ഡെയിലി യൂസേജിനൊക്കെ പറ്റിയ 2 ഫോണുകളിലൊന്നാണ് ഈ റെഡ്മിയുടെ 13C 5Gയും റിയൽമിയുടെ C65 5Gയും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് റെഡ്മിയുടെ 13C 5G ആണ്. കുറച്ചുകൂടി നല്ലൊരു ഫോണാണ്. പിന്നെ എല്ലാ ഫോണുകളുടെയും കമ്പാരിസൺ പിന്നെ വരുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി F14 5G ആണ്. 5000 mAh ബാറ്ററിയാണ് സാംസങ് നൽകുന്നത്. വലിയൊരു കാര്യമാണ്. പിന്നെ ഫുൾ HD ഡിസ്പ്ലേ വരുന്നുണ്ട്. 6000 mAh ബാറ്ററി. പിന്നെ വരുന്നത് 25 വാട്ട് ഫാസ്റ്റ് ചാർജും അതിൽ വരുന്നുണ്ട്. 50 MB 2 ക്യാമറ ഒരുമിച്ച് വരുന്നുണ്ട്. എക്സനോസിൻ്റെ 1330 5nm എന്ന് പറയുന്നൊരു പ്രൊസസ്സറാണ്. പിന്നെ വരുന്നത് ലാവേൻ്റെ ബ്ലേസ് 2 5G പറഞ്ഞൊരു ഫോണാണ്. ഇത് ഡൈമെൻസിറ്റി 6020 പ്രൊസസ്സർ വരുന്നുണ്ട്. ബാക്ക് വശം ഗ്ലാസ് ആണ് വരുന്നത്. പിന്നെ ഒരു റിംഗ് ലൈറ്റ് കഴിഞ്ഞാൽ ഈ കാണുന്നുണ്ടോ, ഒരു റിംഗ് ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇൻഫിനിക്സിൻ്റെ ഹോട്ട് 40i വരുന്നൊരു മോഡലാണ്. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ ഫോണുകൾ നമ്മൾ പതിവേ നമ്മൾ കേൾക്കുന്ന ബ്രാൻഡുകൾ കേൾക്കുന്നതെങ്കിൽ ഇൻഫിനിക്സ് നല്ല കമ്പനിയാണ്. ചെറിയ പൈസക്ക് നല്ല ഫോണുകൾ നൽകുന്നൊരു കമ്പനിയായിട്ട് ഞാൻ പറയുള്ളൂ. എല്ലാ ഫോണും കിടിലനാണ്. അതായത് ഒരു ഇപ്പോൾ ഒരു 20,000 രൂപേൻ്റെ ഫോൺ ഇൻഫിനിക്സിന് ഒരു 10 to 15 റേഞ്ചിൽ നമുക്ക് കിട്ടും. അത്ര പോപ്പുലർ അല്ലായതുകൊണ്ട് അവരുടെ ഫോണുകൾക്ക് പൊതുവെ വില കുറവാണ്. പക്ഷേ ഒരു ഫോൺ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഒരു കമ്പനി അങ്ങനെ വേണ്ടാന്ന് നോക്കുന്നവർക്ക്, ഉപയോഗം മാത്രമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ ഫോണാണ് ഇൻഫിനിക്സ്. 8GB റാമും 256GB സ്റ്റോറേജാണ് അതിന് വരുന്നത്. 30 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. 32 MB സെൽഫി ക്യാമറ. പിന്നെ ഫ്രണ്ട് ക്യാമറയും 32 വരുന്നത്. 90 Hz ഡിസ്പ്ലേ റേഷ്യോയും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ടെക്നോയുടെ സ്പാർക്ക് 20 പറഞ്ഞൊരു ഫോണാണ്. അതായത് ഇപ്പോൾ ഈ GCC രാജ്യങ്ങളിലൊക്കെ ഒരു നോർമൽ ഫോണുകളൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ടെക്നോ ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നോക്കിയ പോലെ അവിടെ ടെക്നോ ആണ് ഉപയോഗിക്കുന്നത്. ടെക്നോയുടെ ഹീലിയോൻ്റെ G85 പ്രൊസസ്സർ വരുന്നൊരു ഫോണാണ്. പിന്നെന്താ, നോർമൽ, അതായത് ഒരു സാധാരണ യൂസേജിന് മാത്രം. പിന്നെ ഏറ്റവും ഞാൻ പറയുന്നത് IQൻ്റെ Z9 ലൈറ്റ് 5G പറഞ്ഞൊരു ഫോണാണ്. ഡൈമെൻസിറ്റി
6300 പ്രൊസസ്സർ വരുന്നുണ്ട്, IP64 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ സോണിയുടെ സെൻസറോട് കൂടി ക്യാമറയാണ്. പിന്നെന്താ ഒരു ഐക്യു പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ക്വാളിറ്റി ആ ഫോണിന് എന്തായാലും ഉണ്ടാവും. പിന്നെ വരുന്നത് ഐറ്റലിൻ്റെ P55 5G പറഞ്ഞൊരു മോഡലാണ്. അതും മീഡിയാടെക്കിൻ്റെ ഡൈമെൻസിറ്റി 6080 പ്രൊസസ്സർ വരുന്നുണ്ട്, 50 MP AI ക്യാമറ വരുന്നുണ്ട്, 18 വാൾട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. പിന്നെന്താ 5G ഫോൺ കൂടിയാണത്. വലിപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ വിവോൻ്റെ ഒരു T3 ലൈറ്റ് പറഞ്ഞിട്ടൊരു ഫോണുണ്ട് 5G. അത് 10,000 രൂപക്കും കുറച്ച് കൂടുതൽ വരുന്നത്. അതും നിങ്ങൾക്ക് 10,000 രൂപേൻ്റെ ഫോണാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2000-3000 കൂട്ടി കൊടുത്തു കഴിഞ്ഞാലും ആ ഫോൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനാണെങ്കിൽ ഡൈമെൻസിറ്റിയുടെ 6300 പ്രൊസസ്സറും AI ക്യാമറയും ഒക്കെ പറഞ്ഞൊരു അടിപൊളി ഫോണാണ്. അപ്പോൾ ടോട്ടലി ഇല്ലതിൻ്റെ ഒരു വാല്യൂ നോക്കിയിട്ടാണെങ്കിൽ മോട്ടോറോളേൻ്റെ G04S എന്ന് പറയുന്ന ഫോണാണ് ഏറ്റവും കൂടുതൽ 10,000 രൂപക്കുള്ളിൽ വരുന്ന ഫോണായിട്ട് ആൾക്കാർ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ പോക്കോയുടെ M6, പിന്നെ സാംസങ്ങിൻ്റെ F14, പിന്നെ റിയൽമി C65, ലാവ ബ്ലേസ് ആ ഫോണും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലാവയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബാറ്ററി കാര്യങ്ങളൊക്കെ നൽകുന്ന ഫോണായിട്ട് ഇവർ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത്തരം വീഡിയോകൾക്ക് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഞാൻ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഡേറ്റാബേസ് ഉപയോഗിച്ചിട്ട് ചെയ്തൊരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ നിങ്ങളുടെ സൗകര്യാർത്ഥം ഗൂഗിളിൽ ഒന്നുകൂടി സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ കൂടുതൽ ഇത്തരം വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ 20,000 രൂപയ്ക്ക് വരുന്ന ഫോണുകളും 30,000 രൂപയ്ക്ക് വരുന്ന 40,000 അങ്ങനെ ഓരോ രീതിയിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കുക.